വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ച് ചെടി എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തറവാട്ടിൽ ചെന്നപ്പോൾ എളാപ്പാൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഇതാ ഫുള്ളായിട്ട് ഈ ഒരു കോസ്മോസിൻ്റെ ചെടി മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഫുള്ളായിട്ടുണ്ട്. അവരത് പറിച്ച് കളയാൻ നിൽക്കണം. അതിൽ നിന്ന് കുറച്ച് തൈയൊക്കെ പറിച്ച് പിന്നെ ഇതാ ഈ ഒരു നിത്യ കല്യാണിൻ്റെ തൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ വെറുതെ ഉണ്ടാവില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വെറുതെ കുഴിച്ചിട്ടതാണ്. ഒരു മണി പ്ലാന്റിൻ്റെ തൈ ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ വലുതായിട്ടുണ്ട് കേട്ടോ. ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൂടെ ചുറ്റി പിടിച്ചുണ്ടാവുകയാണ്. ഇതിൻ്റെ വലിപ്പം നോക്കിയേ, ഒരാൾക്ക് ചോറ് കഴിക്കാനുള്ള വലിപ്പമുണ്ട് ഇതിൻ്റെ ഒരു ഇലക്ക്. താഴെയുള്ള ഇലകളൊക്കെ ചെറുതാണെങ്കിലും മുകളിലുള്ളത് നല്ല വലിപ്പത്തിൽ തന്നെ ആയി വരുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല, ഈ ഒരു മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ച് ചക്കക്കുരു കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് കറി മാത്രം എടുത്ത് ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ.